ഹെവികളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ചെയ്യാനുള്ളത് ട്രാവലർ, ഫോഴ്സിൻ്റെ ട്രാവലർ 14 അടി ലെങ്ത്തുള്ള വണ്ടിയാണ് നമുക്കിന്ന് ചെയ്യാനുള്ളത്. അത് ക്യാഷ് വാനാണ്, പ്രത്യേകതയുണ്ട്. ക്യാഷ് വാൻ വളരെ കുറവാണ്. സാധാരണ ഗുഡ്സ് വണ്ടിയൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടോ, അതുപോലെ തന്നെ പാസഞ്ചറും കണ്ടിട്ടുണ്ട്. ക്യാഷ് വാൻ വളരെ എണ്ണത്തിൽ കുറവായിരിക്കും. ഇതിപ്പോൾ നമ്മുടെ ധനലക്ഷ്മി ബാങ്കിൻ്റെ വണ്ടിയാണ്. തൃശ്ശൂർ ബ്രാഞ്ചിലുള്ള ധനലക്ഷ്മി ബാങ്കിൻ്റെ വണ്ടിയാണ്. നമുക്കിപ്പോൾ ഇതിനകത്തുള്ളത് ക്യാമറയുടെ ഫിറ്റ്മെൻറ്റും എയർ കണ്ടീഷനുമാണ് നമുക്കിന്ന് ഫിറ്റ്മെൻറ്റ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ഓൾറെഡി പുത്തൻ വണ്ടി തന്നെ ഡെലിവറി നമുക്ക് അങ്ങനെ തന്നെ കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലുള്ള ഇതാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഒറ്റ കമ്പാർട്ട്മെൻ്റ് ആയിരിക്കും. നമ്മളത് പാർട്ടീഷൻ ചെയ്ത് രണ്ടാക്കി തിരിക്കണം. അപ്പോൾ പ്ലൈവുഡ് ഇതൊക്കെ വെച്ച് നമ്മളത് സെറ്റ് ചെയ്ത് പാർട്ടീഷൻ ചെയ്യുന്നുണ്ട്. പാർട്ടീഷൻ ചെയ്യുന്നത് നമ്മളല്ല, തൃശ്ശൂർ കുറാഞ്ചേരിയുള്ള നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണ്. A1 ഓട്ടോ ഫാബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിലാണ് അത് ചെയ്യുന്നത്. നമുക്ക് 2 വർക്കേ ഉള്ളൂ, എയർ കണ്ടീഷനും അതേപോലെ തന്നെ ക്യാമറയുടെ ഫിറ്റ്മെൻറ്റും മാത്രമേ ഉള്ളൂ നിലവിലിനകത്ത്. നമ്മളിനകത്ത് AC വെക്കുന്നത് സ്പ്ലിറ്റാണ് വെക്കുന്നത്. ഒന്ന് ഡാഷിലും അതേപോലെ ഒന്ന് ബാക്കിലും വരാവുന്ന രീതിയിൽ 2 സെറ്റായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോർമലി കംപ്രസർ എൻജിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഹെവി ആയിട്ടുള്ള 7 പിസ്റ്റണിൻ്റെ വലിയ സാൻഡറിൻ്റെ കംപ്രസർ തന്നെയാണ് SD7H15 എന്ന് പറഞ്ഞിട്ടുള്ള സാൻഡറിൻ്റെ കംപ്രസർ തന്നെയാണ് നമ്മൾ പിടിപ്പിക്കുന്നത്. അത് നോർമലി BS6 ആയതുകൊണ്ട് തന്നെ ഹീറ്റ് കൂടുതലാണ്. ഓൾറെഡി ബെൽറ്റ് വരുന്നത് ഫ്ലാറ്റ് ബെൽറ്റാണ്. നമുക്കതിനകത്ത് ഫിറ്റ്മെൻറ്റിൽ ഓട്ടോ ടെൻഷനറൊക്കെയാണ് നമ്മൾ വെക്കുന്നത്. ഓട്ടോമാറ്റിക്കലി ബെൽറ്റ് ടൈറ്റ് ആവുന്ന രീതിയിൽ. അവിടെ ബെൽറ്റ് ടൈറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കുറച്ച് ചടങ്ങുള്ള കേസുകളാണ്. അതുകൊണ്ട് തന്നെ ഓട്ടോ ടെൻഷനർ വെച്ചിട്ട് ആ കമ്പനി വരുന്നതൊക്കെ പോലെ തന്നെ ഒരു അതേ സ്റ്റൈൽ ഫിറ്റ്മെൻറ്റിലോട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതുകൂടാതെ കണ്ടൻസർ വരുന്നത് ഞങ്ങൾ ഭാരത് ബെൻസിൻ്റെ BS6ൻ്റെ കണ്ടൻസറാണ്. വലിയ കണ്ടൻസറാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ 16 ഇഞ്ചിൻ്റെ വലിയ കണ്ടൻസർ ഫാനും ഇട്ടിട്ടുണ്ട്. അതുപോലെ ഡാഷിലുള്ള യൂണിറ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡാഷിലുള്ള യൂണിറ്റ് ഫിറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫുൾ ഫിനിഷിങ് ഇങ്ങനെ ഇരിക്കും. അതുപോലെ തന്നെ കൂടാതെ 7 ഇഞ്ചിൻ്റെ VGA ഡിസ്പ്ലേ വരുന്ന മോണിറ്ററാണ് നമുക്ക് അതിനകത്ത് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അവർക്ക് 4 ചാനൽ ക്യാമറ, അതായത് വിത്ത് 4G ആണ് അത് വരുന്നത്. ലൈവായിട്ട് നമുക്ക് ആക്സസ് ചെയ്യുന്ന ഏതെങ്കിലും പോയിന്റിൽ നിന്ന് നമുക്ക് ലൈവ് മൊബൈലിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിലോ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. അങ്ങനത്തെ ഉള്ള രീതിയിൽ തന്നെ ആണ് നമുക്ക് അതിൻ്റെ ഫിറ്റ്മെൻറ്റ് വരുന്നത്. പിന്നെ അത് അലാമം കുറച്ച് സേഫ്റ്റി ഫങ്ഷനൊക്കെ ഉണ്ട്. ബാങ്കിൻ്റെ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്കൊരു സുരക്ഷയുടെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്രയും ഭാഗം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇത് 4G ആയതുകൊണ്ട് തന്നെ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എന്തെങ്കിലും തെഫ്റ്റോ കാര്യങ്ങളോ നടന്നാൽ അവർ അലാം ബട്ടൺ അമർത്തിയാൽ തന്നെ അവരുടെ എല്ലാ ഇതിലേക്കും മെസ്സേജും കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളെല്ലാം ചെല്ലും. നമുക്ക് തെഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, പ്രാക്ടിക്കലി പോസിബിൾ അല്ല ഒരു കാരണം വെച്ചാൽ. അപ്പോൾ ജസ്റ്റ് ആ സ്വിച്ച് ഞെക്കുമ്പോൾ തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം എത്തേണ്ടടുത്ത് എത്തും. ഇപ്പോൾ കാണുന്നത് കാലിയായിട്ട് നമുക്ക് വണ്ടി വന്ന സ്റ്റേജാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ ഫിറ്റ്മെൻറ്റ് ഈ പയ്യെ തുടങ്ങിയൊരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആ യൂണിറ്റ് വെച്ച് ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്ത് തുടങ്ങിയതിൻ്റെയാണ്. പിന്നെ കൂടാതെ നമുക്ക് ബെൽറ്റൊക്കെ വരുന്നത് ഫ്ലാറ്റ് ബെൽറ്റാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ചൂട് കൂടുതലായിട്ടുള്ളത് തന്നെ ഫ്ലാറ്റ് ബെൽറ്റ് ആകുമ്പോൾ തന്നെ എക്സ്പാൻഷൻ വളരെ കുറയും. അതുപോലെ തന്നെ നമ്മൾ ടെൻഷനർ വെച്ചിട്ടാണ്, ഓട്ടോ ടെൻഷനർ ഓട്ടോമാറ്റിക്കലി ബെൽറ്റ് ടൈറ്റ് ആവാവുന്ന രീതിയിൽ ഓട്ടോ ടെൻഷനർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കുറേ ആൾക്കാർ ഇപ്പോഴും കംപ്രസർ ഇങ്ങനെ വെച്ച് മറയ്ക്കാവുന്ന രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു റാഡ് വെച്ചിട്ട് പഴയ മോഡൽ സെറ്റപ്പിലാണ്. ഇപ്പോൾ അതൊക്കെ നമ്മൾ ഔട്ടാക്കി ഇപ്പോൾ ചെയ്യുന്നത് ഇങ്ങനത്തെ ഓട്ടോ ടെൻഷനർ വെച്ചിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ ഈ മോഡലിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 TB റെക്കോർഡിങ്ങും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ടാകും. അതായത് എങ്ങനെയായാലും ഒരു 1.5 മാസത്തേക്കുള്ള റെക്കോർഡിങ് ഇതിലുണ്ടാവും എങ്ങനെ ആയാലും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ട്രാവലറിൻ്റെ വിശേഷങ്ങൾ. ഇതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.